തിരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നും കൂടുതൽ പരിശോധന നടത്തുന്നത്. ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നു. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ യോഗമൊക്കെ ഇന്ന് ജില്ലയിൽ നടക്കേണ്ടതുണ്ട്. മിഥുൻ മുരളിയാണ് തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. മിഥുൻ, ഇന്ന് സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് കഴിഞ്ഞ ദിവസങ്ങളിലും അപ്രകാരം തന്നെയായിരുന്നു, ഇന്നും അത് തന്നെയാണ് തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെ? രാവിലെ മുതൽ തന്നെ തിരച്ചിലുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ വ്യാപകമാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റഡാർ സിഗ്നലുകളും ഒപ്പം തന്നെ കടാവർ നായകളും ഏതൊക്കെ ഭാഗങ്ങളിലാണ് മനുഷ്യ ശരീരത്തിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ മാർക്ക് ചെയ്തു വെച്ചിരുന്നു. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിൽ പതിവ് പോലെ തന്നെ രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സൂചിപ്പാറ സൺറൈസ് വാലിയിൽ നിന്നുള്ള മേഖലകൾ, വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ ഇന്നും തുടരുകയാണ്. ആ ഭാഗങ്ങളിൽ മൃദുശരീരങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള ദുർഗന്ധം ഉണ്ടാകുന്നുവെന്ന് വനവാസികൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വനപാലകരെയും നേരത്തെ വിവരം അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ദിവസമായി അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് 12 അംഗ സംഘം സൈന്യത്തിന്റെയും പോലീസിന്റെയും വനപാലകരുടെയും പ്രത്യേക പരിശീലനം ലഭിച്ച സംഘം ആ മേഖലകളിൽ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ മേഖലകളിൽ നിന്നും ഇന്നലെ ഒരു മൃദുശരീര ഭാഗമാണ് ലഭിച്ചത്. ഇന്ന് ദൗത്യം തുടരുന്നു. പക്ഷേ കാര്യമായ മൃതദേഹ ശരീരഭാഗങ്ങളോ ഒന്നും അവിടെ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ചൂരൽമല മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പുഴയിലും ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം റഡാർ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്ന ഭാഗങ്ങളിലുമെല്ലാം വ്യാപകമായ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബെയിലിപ്പാലത്തിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ബെയിലിപ്പാലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഇവിടെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കൂടുതൽ കുത്തൊഴുക്കോ മലവെള്ളപ്പാച്ചിലോ പ്രളയമോ ഉണ്ടായാൽ പോലും തകരാത്ത രീതിയിൽ ഈ ബെയിലി പാലത്തിന് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇതിന്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചിരുന്നു. ഈ കല്ലുകൾ പാകിക്കൊണ്ട് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് ബെയിലി പാലത്തിന്റെ സമീപത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന സൈനിക മേധാവി നമ്മളിപ്പോൾ ചേരുന്നുണ്ട്. ഏത് സമയത്തായിരിക്കും സാർ ഇതിന്റെ ഒരു പ്രവർത്തനം പൂർത്തിയാകുക, ഈ ഒരു നടപടി? ഒപ്പം തന്നെ കൃത്യമായി സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള കാര്യമല്ല ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എത്ര വലിയ പ്രളയമൊക്കെ ഉണ്ടായാലും ഈ നാടിന് ഈ പാലം താൽക്കാലികമായി പുതിയ പാലം ഉണ്ടാകുന്നവരെ സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സൈന്യം സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയല്ലേ ഇതിൽ കൂടെ ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈ പിയറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വാൾ പോലെ ചെയ്യുകയാണ്. അതായത് ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് വന്നാൽ ഡയറക്റ്റ് അതിൽ ഹിറ്റാവരുത്, അതൊന്ന് ഡൈവേർട്ടായിട്ട് പോകാൻ വേണ്ടിയുള്ള പണിയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെയും ചെയ്യുന്നുണ്ട്. ആ 4 ബാങ്ക് എന്ന് പറയുന്ന ആ സ്ഥലത്തൂടെ അങ്ങനെ നേരെ ഒരു റിട്ടേണിംഗ് വാൾ പോലെ വരും. അതായത് നേരെ വെള്ളം വന്ന് അതിൽ അടിച്ചാൽ തന്നെ ഒന്ന് ഡൈവേർട്ടായിട്ട് പോകണം. ഡയറക്റ്റ് ഹിറ്റ്, അതിൻ്റെ ഫോഴ്സ് അതിലോട്ട് ചെന്ന് ചേരാതിരിക്കാൻ വേണ്ടിയൊരു പണിയാണ് ചെയ്യുന്നത്. ഇപ്പം ബ്രിഡ്ജൊക്കെ ഞങ്ങൾ കളക്ടർക്ക് ഹാൻഡിങ് ഓവർ ചെയ്ത് കഴിഞ്ഞു. എന്നാലും നമ്മുടെ സജഷനിൽ അതിനെ ഇച്ചിലൂടെ ഒന്ന് സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. അതിപ്പോൾ ULCCക്കാർ ചെയ്യുകയാണ് പണിയത്. കോൺട്രാക്ടർ ബേസിൽ അവർ തന്നെ പണി ചെയ്യുക. അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? ഇല്ല, ഇനിയും കുറച്ച് സമയം പിടിക്കും. ഒരു 3-4 ഡേയ്സ് കൂടെ ആവുമെന്ന് തോന്നുന്നു. അവൈലബിലിറ്റി, മെറ്റീരിയൽസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി ഇനി കുറച്ച് പെട്ടെന്ന് വരികയാണെങ്കിൽ ഇച്ചിരി സ്പീഡായിട്ടോ എങ്ങനെയും ഒരു 2-3 ഡേയ്സ് കൂടെ ആവും. സ്ഥിരം പാലം ഇവിടെ ഉണ്ടാകുന്നത് വരെ നാട്ടുകാർക്ക് ഈ പാലം സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയൊരു വലിയ പ്രളയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി സംഭവങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സുരക്ഷ ഉറപ്പാക്കുക എന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത്, അല്ലേ? എത്രയും സുരക്ഷ നമ്മൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ബാക്കി പിന്നെ അന്നേരത്തെ കണ്ടീഷൻ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് എത്രയും സുരക്ഷ ഇതിന് കൊടുക്കാൻ പറ്റുമോ അത്രയും സുരക്ഷ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ. സംശയം കൂടെ, ഈ സമാനമായ രീതിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നത് മറ്റു മേഖലകളിലും സൈന്യം ചെയ്യാറുള്ളതാണോ? പാലങ്ങളൊക്കെ, ബേലിപ്പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് ജമ്മു, സിക്കിം അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഗ്രഫ് നമ്മുടെ ഈ വാളൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. കേരളത്തിൽ അധികമായിട്ട് കാണുന്നില്ല, എന്നാലും കേരളത്തിലും ചെയ്തിട്ടുണ്ടെന്നാണ് കോൺട്രാക്ടർ നമ്മൾക്ക് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മെയിൻ ജമ്മു, സിക്കിം അതുപോലുള്ള മലമ്പ്രദേശങ്ങളിലൊക്കെ ഗ്രഫ് ഈ പണി തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ബ്രിഡ്ജിൻ്റെയൊക്കെ സൈഡ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി അവരിങ്ങനത്തെ ഗ്യാബിൻ നെറ്റ് അടിച്ചിട്ട് കല്ലുകൾ പെറുക്കിയിട്ടിട്ട് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ബേലിപ്പാലത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ബേലിപ്പാലം എത്രയും പൂർണ്ണ സുരക്ഷിതമാക്കി നാടിന് നൽകുക എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് സൈന്യം ഇപ്പോൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. സൈന്യം സുരക്ഷ ഉറപ്പാക്കും. അത് അതിർത്തിയിലായാലും രാജ്യത്തിന്റെ ഏത് മേഖലകളിലായാലും നമ്മുടെ സൈന്യം നമുക്ക് വേണ്ടി സുരക്ഷ ഉറപ്പാക്കും എന്നതിന്റെ നേർക്കാഴ്ചയായിട്ട് ഈ ബേലിപ്പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളും തുടരുന്നതിന്റെ കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരച്ചിൽ ശക്തമായി
തന്നെ തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അതിന്റെ പരിശോധനകളും വിലയിരുത്തലുകളും വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നുമുണ്ട്. പ്രത്യേക യോഗങ്ങളും അവലോകന യോഗങ്ങളും അടക്കമുള്ള പ്രത്യേക വിഭാഗങ്ങളുടെ വകുപ്പുതല യോഗങ്ങളും ഇന്ന് ചേരുന്നുണ്ട്. അങ്ങനെ ശനിയാഴ്ചയോടുകൂടി പ്രധാനമന്ത്രി ഇവിടെ എത്തും. ഈ വയനാട് ദുരന്തമുണ്ടായ ആ തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ കേന്ദ്രം ഈ വയനാടിന് കൈത്താങ്ങായി എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും, എല്ലാ നടപടികളും, നീക്കുപോക്കുകളും ഒക്കെയായിട്ട് വയനാടിനെ ഒപ്പം ചേർത്തിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലുകൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ, അവർ രണ്ടുപേരും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഴുവൻ സമയം ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ പ്രവർത്തിക്കും. സുരേഷ് ഗോപി ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും ഇടപെടലുകൾ, വിലയിരുത്തലുകൾ അതൊക്കെ റിപ്പോർട്ടായിട്ട് പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി പ്രധാനമന്ത്രി നേരിട്ടെത്തി അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്ന വയനാടിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം വയനാടിനൊപ്പം കേന്ദ്രവുമുണ്ട്, രാജ്യമുണ്ടെന്നുള്ള കാര്യം നേരിട്ട് അവരുമായി അറിയിക്കുന്നതിന് വേണ്ടി, അവരുടെ അതിജീവനം സാധ്യമാക്കുന്നതിന് വേണ്ടി, ആത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ ഈ നാടിന് ഉണ്ടാകുന്ന, അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്ന നാടിനുണ്ടാകുന്ന ഉണർവ് മറ്റൊന്ന് തന്നെയാണെന്നും പറയാം. എന്തായാലും തിരച്ചിൽ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ അവലോകനങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്നതിന് വേണ്ടിയുള്ള പൊതുമരാമത്തും റവന്യൂ വകുപ്പുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു കണക്കെടുപ്പും, ദുരന്തത്തിന്റെ കണക്കെടുപ്പും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. റവന്യൂ ഒപ്പം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ ഭാഗത്തെ വീടുകളൊക്കെ സന്ദർശിച്ചുകൊണ്ട്, വീടുകളും കടകളും ഹോട്ടലുകളും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് എത്ര വീടുകളാണ് ഭാഗികമായി തകർന്നിരിക്കുന്നത്, എത്ര വീടുകളാണ് പൂർണ്ണമായി തകർന്നിരിക്കുന്നത് അടക്കമുള്ള ദുരന്തത്തിന്റെ ഒരു കണക്കെടുപ്പും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നും കൂട്ട സംസ്കാരമുണ്ടാകും. വൈകുന്നേരം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ മൃതശരീരങ്ങൾ, തിരിച്ചറിയാനാകാത്ത മൃതശരീരങ്ങളെല്ലാം പുത്തുമലയിലെ ആ ശ്മശാന ഭൂമിയിൽ എത്തിച്ചുകൊണ്ട് സംസ്കാരം നടത്തുന്നതിനുള്ള നടപടികളും ഇന്നുണ്ടാകും. എത്ര മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത വന്നിട്ടില്ല. മൃതശരീര ഭാഗങ്ങളാണ് കൂടുതലുമുള്ളത് ഇനി അടക്കം ചെയ്യാനുള്ളത്. ജീർണാവസ്ഥയിലുള്ള ഈ മൃതദേഹ ഭാഗങ്ങളിൽ നിന്ന് DNA പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയവ ഇന്നും കൂട്ട സംസ്കാരം നടത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സൺറൈസ് വാലിയിൽ അതീവ ദുഷ്കരമായിട്ടുള്ള രീതിയിലാണ് തെരച്ചിലുകൾ നടത്താനാകുക. 2 വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. താഴ്വാരങ്ങളും ഒപ്പം തന്നെ കുന്നും പാറക്കെട്ടുകളും ഒക്കെ അധികമുള്ള മേഖലയാണ് ഈ സൺറൈസ് വാലി. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ എത്തി നിലയുറപ്പിച്ച് ഈ രക്ഷാദൗത്യം നടത്തുക എന്ന് പറയുന്നത് അതീവ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രത്യേക പരിശീലനം ലഭിച്ച 6 കരസൈന്യ ഉദ്യോഗസ്ഥരും, കരസൈന്യത്തിന്റെ 6 ഉദ്യോഗസ്ഥരും, ഒപ്പം തന്നെ 4 പോലീസിലെ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പും ഒപ്പം 2 വനപാലകരും അടങ്ങുന്ന 12 അംഗ സംഘമാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 4 മണി വരെ തെരച്ചിൽ നടത്തുക. ഈ മേഖലകളിൽ കൂടുതൽ മൃതദേഹങ്ങൾ അടിയാനുള്ള ഒരു സാധ്യത, ഒരു മേഖലകളും വിട്ടുപോകരുത് എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് സൂക്ഷ്മമായ പരിശോധന നടത്തുക എന്നുള്ള ദൗത്യം, ഈ ഒരു രക്ഷാദൗത്യം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തകരുടെയും പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും നേതൃത്വത്തിലുള്ള തിരച്ചിലുകളും പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തിരച്ചിൽ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഡാർ പരിശോധനയിൽ അതിതീവ്രമായ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ, ഒപ്പം തന്നെ കടാവർ നായകൾ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സൂചനകൾ നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ, ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുള്ള സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത്. അത് വലിയ കുഴികൾ എടുത്തുകൊണ്ടുള്ള സൂക്ഷ്മമായ പരിശോധന തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി 35 അടി 45 അടിക്ക് താഴ്ചയുള്ള ആഴത്തിലുള്ള കുഴികൾ എടുത്ത് ആ കുഴികൾക്കുള്ളിൽ മൺകുണികൾ രൂപപ്പെട്ടിരിക്കുന്ന ആ വലിയ കുഴികൾക്കുള്ളിൽ മൃദുശരീരഭാഗങ്ങൾ അടിഞ്ഞുകൂടി കിടപ്പുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തിയിരിക്കുന്ന പരിശോധനകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. മറ്റു വ്യാപകമായ തിരച്ചിലുകൾ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള അതിജീവനത്തിന്റെ മറ്റു കാര്യങ്ങൾ, കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ ഈ ഒരു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, സ്ഥിതിവിശേഷം തന്നെയാണ് വയനാട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്. അനു.